Welcome to CSIR JRF Net Examination class. The general paper, general aptitude, the second lecture, Tier 2. The second lecture we take it today, general aptitude. So today also we do some previous questions. After that we go to the syllabus-based portion. Today also we discuss some previous questions for your information. The types of questions. The question number you can put to yourself. 1, 2, etc. you can put. You look here, a car travels uphill to a point at a speed of 20 km per hour and returns back to the original position at a speed of 60 km per hour. The average speed in which the car covered the whole distance is 30 km per hour, A, B 40 km per hour, C 45 km per hour, D 35 km per hour. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെ അതിന് നമ്മൾ പടം വരച്ചിട്ട് എഴുതി ബിയിലേക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യും. അപ്പോൾ അങ്ങോട്ടുള്ള ടൈം കണ്ടുപിടിക്കും, തിരിച്ചു വരാൻ ടൈം കണ്ടുപിടിക്കും, ടോട്ടൽ ടൈം കണ്ടുപിടിക്കും, എന്നിട്ട് ആവറേജ് കാണുന്ന രീതിയാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതിന് അവിടെ തന്നെ ഒരു ഫോർമുല പറയുന്നുണ്ട്. ആ ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ടൈം വളരെ ലാഭിക്കാൻ പറ്റും. ഈ ഉത്തരം കാണാനായിട്ട് ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, അത് പഠിച്ചാൽ മതി. ആ ഫോർമുല പഠിച്ചാൽ നമുക്ക് ഇതിന് ഉത്തരം പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഫോർമുല എന്ന് നോക്കുക. അതായത് ആവറേജ്, ഇത്തരം കേസിൽ ആവറേജ് സ്പീഡ് കാണുന്ന റിലേഷനാണ് ആവറേജ് സ്പീഡ് V=2v1 v2 by v1 plus v2. ആ v1 plus v2 ഡിനോമിനേറ്ററിലാണ്, ബ്രാക്കറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം. അപ്പോൾ 2 × 20 × 60, the two speeds v1 is 20, v2 is 60. 2 × 20 × 60 by v1 plus v2, 20 plus 60, that is 80. The answer is 30 km per hour. ആൻസർ ഈസ് എ. ആൻസർ എ ആണ്. അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ഒരു പതിവ് ചോദ്യമാണ്. പിന്നെ ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ എയിൽ നിന്ന് ഇപ്പോൾ +1 ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നത്, എ കാർ ട്രാവൽസ് ഫ്രം A to B with a speed 40 km per hour and B to A with a speed of 60 km per hour. What is the average speed for the whole journey? അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ചുമ്മാ കൂട്ടിയിട്ട് പകുതി പറഞ്ഞാൽ പോരാ. 40ഉം 60ഉം കൂട്ടിയിട്ട് പകുതി 50 എന്ന് പറഞ്ഞാൽ ആവറേജ് അല്ല. അവിടെ ആൻസർ 48 ആണ്. ആ ക്വസ്റ്റ്യൻ കേൾക്കുക. എ കാർ travels from A to B with a speed of 40 and B to A with a speed of 60 km per hour. What is the average speed for whole journey? ചോദിച്ചാൽ it is not 40 plus 60 all by 2 is equal to 50. Instead, the answer is 48. If we do it properly, you get the answer 48. And to get that answer quickly, you can use this formula. 2v1 v2 by v1 plus v2. 2 × 40 × 60 by 100. That will give 48. That's the method. And this formula has a calculation. And that you can refer your +1 physics textbook if it is with you. You can check it. It's an important problem for the CSIR. And you remember this question. A car travels from A to B and returns B. Instead, the question can be asked like this. A car covers first half of its journey with 40 km per hour and the next half with 60 km per hour. What is the average speed for the whole journey, or average velocity for the whole journey? In that case also, the same formula we can apply. അതായത് ഇപ്പോൾ കാർ എയിൽ നിന്ന് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് വന്ന് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. അതിന് പകരം ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. കാറ് ഒരു യാത്രയുടെ, ഒരു ജേർണിയുടെ പകുതി ദൂരം ഒരു പ്രത്യേക സ്പീഡ് v1ലും ബാക്കി പകുതി ദൂരം മറ്റൊരു സ്പീഡിലും ആ v2ൽ സഞ്ചരിച്ചാൽ മൊത്തം യാത്രയുടെ, ജേർണിയുടെ ശരാശരി സ്പീഡ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഫോർമുല 2v1 v2 by v1 plus v2. അപ്പോൾ ഇവിടെ ഞാൻ 2
തരത്തിൽ ചോദിക്കാവുന്ന ക്വസ്റ്റിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. രണ്ട് കേസിലും ഫോർമുല 2v1v2/v1+v2 ആണ്. ഫോർമുല ഡെറിവേഷൻ നിങ്ങൾ നിങ്ങളുടെ പുസ്തകം നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫോർമുല പഠിക്കുക. നമുക്ക് ടൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ റിലേഷൻ പഠിച്ചാൽ ഇത്തരം പ്രോബ്ലം വളരെ ക്വിക്കായിട്ട് ചെയ്യാം. Now we see another question. This is question number 2. Today's question number 2. If 5 raised to root x plus 12 raised to root x is minus 13 raised to root x is equal to 0. Is equal to 0. It is not clear. It is overlapped here. So you read carefully. Equal to 0. Then x is. അതായത് 5 raised to root x plus 12 raised to root x minus 13 raised to root x is equal to 0. It can be also written as 5 raised to root x plus 12 raised to root x is equal to 13 raised to root x. Then x is A is 25/4, B 4, C 9, D 6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് സോൾവ് ചെയ്യാനൊക്കെ പ്രയാസമാണ്. അത് നമ്മുടെ ഒരു കോമൺ എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ ഈ സ്ക്വയർ കാണുന്ന രീതി ഉണ്ടല്ലോ, ക്വാഡ്രാറ്റിക് അഡീഷൻ, സ്ക്വയർ കാണുന്ന അഡീഷൻ. ഇപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ പഠിക്കുന്നതാണ് പിന്നെ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് 13 സ്ക്വയർ, അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോമൺ എക്സ്പീരിയൻസിലുള്ള ഒരു ഇക്വേഷൻ ഓർത്താൽ ഇതിൻ്റെ ഉത്തരവ് കിട്ടും. എന്താ നമ്മുടെ കോമൺ എക്സ്പീരിയൻസ്? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 13 സ്ക്വയർ ആണ്. അപ്പോൾ ആ റൂട്ട് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. റൂട്ട് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? അത് സ്ക്വയർ ചെയ്യണം, 4 ആയിരിക്കും. ആൻസർ ബി ആയിരിക്കും. ആൻസർ ഇവിടെ ഉത്തരം ബി ആണ്, 4 ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷൻ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ഫൗണ്ട് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മൾ ആവർത്തിക്കാനൊന്നുമില്ല. നമുക്കറിയാം 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 13 സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണത്. We know 5 square plus 12 square is minus 13 square is 0. That is root x is equal to root x is 2. So x is square of 2. 4. Answer B. അങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുന്നു. Now we can see another question. The angle between the hour and the minute hands of a clock at 10 past 10 is 120 degree, 115 degree, 65 degree, 55 degree. 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡിൻ്റെയും അവർ ഹാൻഡിൻ്റെയും ഇടക്കുള്ള ആംഗിൾ എത്രയാണ്? ഇപ്പോൾ ഇടക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്യൂട്ട് ആംഗിളാണ് പറയേണ്ടത് കേട്ടോ, ഒപ്റ്റ്യൂസ് ആംഗിൾ അല്ല. കാരണം മൊത്തം 360 ആണല്ലോ. ഒരു ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ മറ്റേത് ഒപ്റ്റ്യൂസ് ആയിട്ട് വരും. അക്യൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല. മൊത്തം 360, ഒന്ന് 150 കുറവാണെങ്കിൽ മറ്റേത് 150 കൂടുതലായിരിക്കും. അങ്ങനെ 2 ആംഗിളാണ്. അപ്പോൾ ഈ 10 അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയെന്നുള്ള. അപ്പം ഇത് ഈ PSC പരീക്ഷയ്ക്കും ബാങ്ക് ടെസ്റ്റിനും ഒരു സ്ഥിരം ക്വസ്റ്റനാണ്. നമ്മുടെ ഈ പരീക്ഷയ്ക്കും ഒരു ക്വസ്റ്റനാണ്. അപ്പം ഇത് ചെയ്യാനായിട്ട് ഉള്ള ഐഡിയ ഇത്രയേ ഉള്ളൂ. നമുക്ക് കണക്കൂട്ടി എടുക്കുക, ഇപ്പോൾ സമയം എടുക്കും. അതായത് പിന്നെ ഒരു ക്ലോക്കിൽ ഈ അവർ ഹാൻഡ് മണിക്കൂർ സൂചി 1 മണിക്കൂർ ചലിച്ചാൽ, 1 മണിക്കൂർ ദൂരം സഞ്ചരിച്ചാൽ 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അതായത് 12 മുതൽ 3 വരെ 3 മണിക്കൂറാണ്. അപ്പോൾ അതിൽ 90 ഡിഗ്രി വരും, നമുക്കറിയാമല്ലോ. അപ്പോൾ മണിക്കൂർ സൂചിയുടെ 1 മണിക്കൂർ ചലനം 30 ഡിഗ്രി കവർ ചെയ്യുന്ന ഒരു ചലനമാണ്. ഇനി മിനിറ്റ് സൂചിയാണെങ്കിൽ 1 മിനിറ്റിൽ അത് മിനിറ്റ് ഹാൻഡ് 1 മണിക്കൂറിൽ അത് 360 ഡിഗ്രി കറങ്ങും. മിനിറ്റ് ഹാൻഡ് 1 മണിക്കൂറിൽ 360 ഡിഗ്രി, അതായത് 60 മിനിറ്റിൽ 360 ഡിഗ്രിയാണ് മിനിറ്റ് ഹാൻഡ് കറങ്ങുന്നത്.
അപ്പോൾ 1 മിനിറ്റിൽ അത് കറങ്ങുന്നത് 360/60 എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. ഈ ആശയം വെച്ച് 10 എത്ര ആംഗിൾ വരും എന്ന് കണക്കൂട്ടി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. 10 എത്ര ആംഗിൾ വരും അത് കണക്കൂട്ടി എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുന്ന അല്പം സമയം എടുക്കും. അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴിയാണ്, എല്ലാ എളുപ്പ വഴിയാണ് നമുക്ക് ആവശ്യം. ഒരു ക്വിക്ക് മെത്തേഡുണ്ട്. ആ ക്വിക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമുല അങ്ങോട്ട് പിടിച്ചാൽ മതി. ഏത് ആംഗിളും കണ്ടുപിടിക്കാം. ഒരു ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് പിടിച്ചാൽ മതി. The better method. Some of you know this formula. The solution, remember the relation. Angle between minute hand and hour hand is angle A. Angle A is equal to 30h minus 11/2m. That's the formula. Angle A or angle theta is equal to 30h minus 11/2m, where h is hour time and m is minute time. Given time is 10 hour 10 minute. So you put the value in the place of h, you have to put a 10. In the place of m, you have to put a 10. So we get a is equal to 10, 30 into 10, 10 minus, it is minus. You remember minus 11 into 10/2. That is a is equal to 300 minus 55, 245. Angle, always we say the small angle, not the large angle. So we have to subtract this 245 from 360. Then we get to 115 degree. The angle is 115 degree. So at 10 past 10, the angle between our hand and minute hand is 115 degree. And that is answer B in the question. That is the answer. So you remember this relation. It's a very important relation. And if you remember the relation, you can very easily do the problem without losing much time. Angle A is 30h minus 11/2m, where h is in hour, m is in minute. Next question. In a river, a boat traveling at still water speed of 6 meters per second overtook a second boat traveling in the same direction and of same length and a still water speed of 4 meters per second in 10 seconds. The length of each boat is 100 meter, 5 meter, 10 meter cannot be determined. അപ്പോൾ ഇവിടെ ഈ ബോട്ട് റേസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റിൽ വാട്ടറാണ്. അതൊരു നദിയിൽ ബോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നദിക്ക് ഒഴുക്കില്ല എന്നുള്ള ഒരു ഐഡിയ ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. ഒന്നാമത്തെ ബോട്ട് പോകുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിലാണ്. രണ്ടാമത്തെ ബോട്ട് സ്പീഡ് 4 മീറ്റർ പെർ സെക്കൻഡാണ്. ബോത്ത് ഓഫ് ദം ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ. ആൻഡ് സ്പീഡി ബോട്ട്, ഹൈ സ്പീഡ് ബോട്ട് overtakes in the other boat in 10 seconds. Then length of the boat we have to find. അതായത് സ്പീഡ് കൂടുതലുള്ള രണ്ട് ബോട്ട് ഒരേ ദിശയിലാണ് പോകുന്നത്. റിവർ സ്റ്റില്ലാണ്, ദർ ഇസ് നോ ഫ്ലോ. ആ സ്പീഡ് കൂടുതലുള്ള ബോട്ടിൻ്റെത് സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡാണ്. മറ്റേ ബോട്ടിൻ്റെ 10ആണ്. മറ്റേ ബോട്ട് 4 മീറ്റർ പെർ സെക്കൻഡാണ്. 10 സെക്കൻഡ് കൊണ്ടാണ് ഈ സ്പീഡി ബോട്ട് മറ്റന്നെ ഓവർടേക്ക് ചെയ്യുന്നത്. എങ്കിൽ ബോട്ടിന് നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓർക്കണം, ഒരു ബോട്ട് മറ്റൊരു ബോട്ടിനെ ഓവർടേക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഓവർടേക്ക് ചെയ്യുന്ന ബോട്ടിൻ്റെ പിൻഭാഗം മറ്റേ ബോട്ടിൻ്റെ മുൻഭാഗത്തെത്തുക, അപ്പോഴാണ് ഓവർടേക്ക് ചെയ്യുന്നത്. ഓവർടേക്കിൻ്റെ മീനിങ് ഇതാണ്. ഓവർടേക്ക് മീൻസ് ദി ബാക്ക് എൻഡ് of the high speed boat reaches the front side of the low speed boat. In that case, the distance traveled is twice the length of each boat. ഒരു ബോട്ടിൻ്റെ മുൻഭാഗം
അതായത് ഒരുപോലെ സ്പീഡ് കൂടുതൽ ബോട്ടിൻ്റെ പിൻഭാഗം മറ്റേ ബോട്ടിൻ്റെ മുൻഭാഗത്ത് എത്തണമെങ്കിൽ 2 ബോട്ടിൻ്റെ ലെങ്ത് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വിചാരിക്കണം ഓരോ ബോട്ടിൻ്റെയും ലെങ്ത് എക്സാന്ന് വിചാരിക്കണം. അപ്പോൾ 2 ബോട്ടുണ്ട്, സെയിം ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ലെങ്ത്. അപ്പോൾ മൊത്തം കവർ ചെയ്യേണ്ട ദൂരം 2x ആണ്. 2 ബോട്ട് ലെങ്ത്, ഒരെണ്ണത്തിൻ്റെ നീളം x ആണെങ്കിൽ 2 ബോട്ട് നീളം 2x. ഇത് 2 ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ 2 വസ്തുക്കൾ ചലിച്ചാൽ നിങ്ങൾ റിലേറ്റീവ് സ്പീഡ് സ്കൂൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് 1 പഠിക്കുന്നുണ്ട്. ബട്ട് ഈസ് v1 minus v2 റിലേറ്റീവ് സ്പീഡ്. ഇത് റിലേറ്റീവ് സ്പീഡ് ക്വസ്റ്റ്യൻ ആണ്. വെൻ there are 2 speeds v1 and v2 in the same direction, relative speed is v1 minus v2. If they move opposite, the relative speed is v1 plus v2. So the time taken we can write as distance by relative speed, or distance 2x is equal to relative speed into time, and that is discussed here. You will hear the point I have written. Solution: this question is based on relative speed. Relative speed v is equal to v1 plus v1 minus v2. You remember when the two bodies move in the same direction. Relative speed we write as v equal to v1 minus v2 when 2 boats travel in the same direction. In this problem, 2 boats travel in the same direction. So relative speed is v1 minus v2. Boats travel in the same direction. Let x be the length of each boat. Overtaking means, that's the point. Overtaking means back side of high speed boat crossing the front side of low speed boat. Therefore, total distance covered is 2x. Distance is v into t, velocity time. That is 2x is equal to the average velocity, that is 6 minus 2. Sorry, not average, the relative speed. 6 minus 4, that is 2. Distance 2x is equal to 2 into the time 10. 2x is 10, x is 10 meter. Answer C. The length of each boat is 10 meter. Answer C is correct. Next number. 16 men can do a piece of work in 20 days. How many extra percentage of men will have to be brought in to complete the work in 40% of the original time? അതായത് 16 പുരുഷന്മാർ ഒരു വർക്ക് 20 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഒരാളാണ് വർക്ക് ചെയ്യുന്നത്, എത്ര ദിവസം ചെയ്യേണ്ടി വരും? അതൊന്ന് ആലോചിക്കണം. 14 പുരുഷന്മാർ പിന്നെ ഒരു ജോലി ചെയ്യാനായിട്ട് 20 ദിവസം വേണം. അപ്പോൾ 16 പേർക്ക് പകരം ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ദിവസങ്ങൾ 16 × 20 320 ഡേയ്സ് വേണ്ടി വരും. 16 പേര് ഒരു ജോലി 20 ഡേയ്സ് കൊണ്ട് ചെയ്യുക. അപ്പോൾ ഒരാൾ മാത്രമേ ചെയ്യാനുള്ളെങ്കിൽ നമുക്ക് അറിയാമല്ലോ 16 × 20 അത്രയും ദിവസം വേണം. 320 വർക്കിംഗ് ഡേയ്സ് വേണം. 320 1 man ഡേ വേണം വർക്ക് ചെയ്യാൻ. How many extra percentage of men will be have to be brought? എത്ര പേരെ കൂടി കൊണ്ടുവരണം into complete the work in 40% of the original time. അപ്പോൾ നേരത്തെയുള്ള ടൈമിൻ്റെ 40% സമയം കൊണ്ട്, ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യാൻ എത്ര പേരെ കൂടി കൊണ്ടുവരണം? അപ്പോൾ നേരത്തെ എടുക്കുന്ന സമയം 20 ദിവസമാണ്. അതിന് 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ദിവസമാണ്. 8 ദിവസം, കാരണം 20 × 0.4 ആണല്ലോ. 40% ഈസ് 0.4. 8 ദിവസം. അപ്പോൾ 8 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ട് 16 പേര് ചെയ്ത ജോലി 8 ദിവസം കൊണ്ട് ആളുകൾ ചെയ്യണമെങ്കിൽ ഈ 16 പേരുടെ കൂടെ എത്ര പേരെ കൂടി ചേർക്കണം എന്നാണ് ചോദ്യം. എത്ര പേര് മാത്രമല്ല, അവർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. നോക്കി, ഹൗ മെനി എക്സ്ട്രാ പെർസെൻറ്റേജ് മെൻ. അപ്പോൾ എത്ര പേര് പുതുതായിട്ട് കൊണ്ടുവരും, ആ എണ്ണം കണ്ടിട്ട് അവർ പെർസെൻറ്റേജ് ആയിട്ടാണ് ഉത്തരം പറയേണ്ടത്. അതിലിവിടെ 50%, 250%, 80%, 150%, 4 ഉത്തരവുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഹിയർ സൊല്യൂഷൻ. ടോട്ടൽ വർക്ക് എമൗണ്ട് ഇസ് 320 man days എന്ന് പറഞ്ഞല്ലോ. 16 പേര്
16 പേര് 20 ദിവസം വെച്ച് ചെയ്താൽ എത്ര മാൻ ഡേ വരും? അപ്പോൾ അത് 320 മാൻ ഡേയ്സ് വരും. കാരണം 16 പേര് 20 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ 320 ദിവസം വേണം. അപ്പോൾ മാൻ ഡേയ്സ്. ദിസ് വർക്ക് ഇസ് ടു ബി ഫിനിഷ്ഡ് 2/5 of 20 days. That is 8 days. 8 ദിവസം കൊണ്ട് ജോലി ചെയ്യണം. To reach a total of 320 by 8 equal to 40 men will be required. അപ്പോൾ 320 ഡേയ്സ് മാൻ വർക്ക് ഉണ്ട്. അത് 8 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ 40 പേര് വേണ്ടി വരും. 320 by 8 40 men will be required. ആദ്യം നമുക്ക് 14 പേരെ ഉണ്ടത്. ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് ജോലി തീർക്കണമെങ്കിൽ 40 ആൾക്കാർ വേണം. അപ്പോൾ എത്ര പേര് അഡീഷണൽ വന്നു? 40 - 14 40 - 16 that is 24 men. 24 എക്സ്ട്രാ മെൻ. ഈ 24 എക്സ്ട്രാ മെൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. എത്ര പെർസെൻറ്റേജ് ആണ്? അത് 150% ആണ്. എങ്ങനെ കാണുന്നത്? 16 മെൻ 100 ആണെങ്കിൽ 24 മെൻ എത്ര? അതാണ് ചോദ്യം. 16 മെനാണ് ആദ്യം ഉള്ളതാണ്. അതാണ് 100% എന്ന് പറയുന്നത്. ഇവിടെ 24 ആണ് വരുന്നത്. അപ്പോൾ 16 മെൻ എന്നുള്ളത് 100% ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് വന്ന 24ൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ 100 × 24 by 16 that is 150% men. Answer D, 150%. I hope you understood the problem. Answer D. Next problem. A cube of ice of volume 100 centimeters cubed floats in water with 9/10 of its volume underwater. If its portion above water melts at a rate of 10% per minute, what will be the approximate volume above water after 3 minutes? അതായത് ഒരു വെള്ളത്തിൽ പോയി കിടക്കുന്ന ഒരു ഐസ് ക്യൂബിൻ്റെ വോളിയം 100 cc ആണ്. കണക്ക് cc ചെയ്യുന്നതാണ് എളുപ്പം. നമ്മൾ മീറ്റർ ക്യൂബാക്കിയാൽ അല്പം സമയം എടുക്കും. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ ക്യൂബിന് cc-യിൽ തന്നെ ചെയ്യുന്നതാണ് കുറച്ച് എളുപ്പം. അപ്പോൾ ഈ ഐസ് ക്യൂബ് പങ്കെടുക്കുമ്പോൾ അതിൻ്റെ 9/10 10/9 ഭാഗം വെള്ളത്തിന് അടിയിലാണ്. ഇപ്പോൾ 10/1 ഭാഗം മുകളിലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ 100 cc-യിൽ 10 cc വെള്ളത്തിന് മുകളിൽ കാണാം. വാട്ടർ ലെവലിന് മുകളിൽ കാണാം 10 cc എന്നർത്ഥം. If this portion above water melts at the rate of 10% per minute, അപ്പോൾ ഈ 10 cc പുറത്തുള്ളതിൻ്റെ 10% വെച്ച് ഓരോ മിനിറ്റിലും മെൽറ്റ് ചെയ്ത് പോകും. വാട്ട് വിൽ ബി ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വോളിയം എബവ് വാട്ടർ ആഫ്റ്റർ 3 minutes? 3 മിനിറ്റ് കഴിയുമ്പോൾ മുകളിൽ എത്ര വോളിയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മുകളിൽ. അപ്പോൾ നോക്കിയേ, അപ്പോൾ 100 cc ഉള്ളതിൽ 10/9 ഭാഗം വെള്ളത്തിലൂടെ പുറത്തുള്ളത് 10 cc ആണ്. 10/1 ഭാഗം 10 cc ആണ്. ഓരോ മിനിറ്റിലും 10% വെച്ച് ഉരുകിപ്പോവും. അപ്പോൾ 10 cc-യുടെ 10% എന്ന് പറഞ്ഞാൽ 10 × 0.1 1 cc. അപ്പോൾ ഓരോ മിനിറ്റിലും 1 cc വെച്ച് മെൽറ്റ് ചെയ്യും. അങ്ങനെ 3 മിനിറ്റ് കൊണ്ട് 3 cc പോവും. ബാക്കി പോയിട്ട് നമുക്ക് 7 cc മുകളിൽ കാണും. 7 cc മുകളിൽ കാണും. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദി അപ്രോക്സിമേറ്റ് വോളിയം എബവ് വാട്ടർ ആഫ്റ്റർ 3 minutes? അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ എത്ര വോളിയം കാണുന്ന? മൂന്ന് cc അല്ലല്ലോ നമുക്ക് അതിൻ്റെ 3 cc വെച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. 10 cc-യുടെ 10/1 അപ്പോൾ 10 cc ആണ് മുകളിലുള്ളത്. If its portion above water melts at the rate of 10% per minute, what will be the approximate volume above water after 3 minutes? above water കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയേ, മുകളിലുള്ളതിൻ്റെ 10% per minute ആണ്.
10% എന്ന് പറഞ്ഞാൽ 10 cc 10%, 10 × 0.1, അത് 1 cc ആണല്ലോ, 1 cc. അപ്പോൾ in 3 minutes the loss will be 3 centimeter cubed. Total volume is 97 centimeter cubed, and the volume above water will be 9.7 centimeter cubed. അതാണ് ആൻസർ. അതായത് 3 cc മെൽറ്റ് ചെയ്തു. 3 മിനിറ്റ് കൊണ്ട് 3 cc പോയി. അപ്പോൾ 3 cc മൊത്തം മെൽറ്റ് ചെയ്താൽ പിന്നെ ഐസ് പീസിൻ്റെ വോളിയം എത്രയുണ്ട്? ആകെ 100 ഉള്ളത്. 3 മിനിറ്റ് കൊണ്ട് 3 cc മെൽറ്റ് ചെയ്ത് ബാക്കി പോയിട്ട് 97 cc ഉള്ളത്. 97 cc അതിൻ്റെ 10 മുകളിൽ കാണാൻ പാടുള്ളൂ. അപ്പോൾ 9.7 cc 10 എത്രയാണ്? 10 എത്രയാണ് പുറത്തുള്ളത്? ആ 9.7 cc. സോ ആൻസർ ഈസ് 9.7 cc. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇങ്ങനെ ഓർക്കേണ്ടത് ആകെ 100 cc ആണ്. 10 പുറത്തുണ്ട്, 10 cc പുറത്തുണ്ട്. 3 മിനിറ്റ് കൊണ്ട് 3 cc ഉരുകിപ്പോകും, ബാക്കി 7 cc. അപ്പോൾ മൊത്തം അകത്തുള്ളതും പുറത്തുള്ളതും 97 cc ഉണ്ട്. 97 cc ആണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഈ മൊത്തമുള്ളതിൻ്റെ എപ്പോഴും 10% പുറത്ത് കാണുള്ളൂ, 10 പുറത്ത് കാണുള്ളൂ. അപ്പോൾ 97ൻ്റെ 10 എത്രയാണ്? ആ 9.7. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ വാട്ടർ സർഫസിന് മുകളിലുള്ള ഐസിൻ്റെ വോളിയം 9.7 cc ആണ്. യു അണ്ടർസ്റ്റാൻഡ്? ദ ടോട്ടൽ വോളിയം 100 cc, ഔട്ട്സൈഡ് is 10 cc. In 3 minutes 3 cc melts away, the remaining is 7 cc. So inside and outside total volume is 97 cc, and of this 97 cc 10% will be outside, and that is 9.7 cc. 9.7 cc is the answer. Answer is C. Next question. The minimum value of a 2p square plus 3q square, where p square plus q square equal to 1. You read as 1. P square plus q square is 1, and കേട്ടോ, 1 and എന്ന് വായിക്കണം, അതായത് ആൻഡ് എന്ന് വായിക്കരുത്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് 1 സ്പേസ് ഇട്ട് ആൻഡ് -1 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി കോമ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ്. You look at the problem. The minimum value of 2p square plus 3q square, where p square plus q square is 1, and the condition is -1 less than or equal to p comma q less than or equal to 1 is. അതായത് p square plus q square 1 ആണ്. പിന്നെ എങ്കിൽ 2p square plus 3q square മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ആ പിക്കും ക്യൂവിനും വാല്യൂവിന് ആ കണ്ടീഷൻ ഉണ്ട്. -1 ലെസ് ദാൻ പി ആയിരിക്കും എന്ന് പറഞ്ഞാൽ പി എപ്പോഴും -1 വലുതായിരിക്കും. ക്യൂ ലെസ് ദാൻ 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 1 കുറവായിരിക്കും ക്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെഗറ്റീവ് വരാം ക്യൂവിന്. എങ്കിൽ 2p square plus 3 square മിനിമം വാല്യൂ എത്രയാണ്? ഇവിടെ 4 ചോയ്സാണ്, 0, 2, 1, 2.5. എങ്ങനെ ചെയ്ത് നോക്കുക. നമ്മൾ ആ ഇക്വേഷൻ ഇറങ്ങിയാലും ചെയ്യട്ടെ. Given p square plus q square is equal to 1. അവിടെ കോമ ഇടുക. അടുത്ത ലൈനാണ് 12 വായിക്കരുത്. Given or as p square plus q square is 1, 2p square plus 3q square will be transformed as, അവിടെ ഒരു 1 ഇല്ല, 1 വേണ്ട. 12p square plus 2p square plus 3q square
വിൽ ബി ട്രാൻസ്ഫോർഡ് ആസ്. പറഞ്ഞ അർത്ഥത്രയേ ഉള്ളൂ. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ വണ്ണാമത് തന്നിട്ടുണ്ട്. 2p² + 3q² നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് മാറ്റി എഴുതാം. എങ്ങനെ? 2p² + q² + q² എന്ന് എഴുതാമല്ലോ നമുക്ക്. ആ മുകളിൽ കാണുന്ന ഈ 2p² + 3q² നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് പറയാം? 2 × p² + q² + q² എന്ന് പറയാം. ബ്രാക്കറ്റ് മാറ്റി നോക്ക്, മുകളിലുള്ള കിട്ടും. ഇതിൻ്റെ വാല്യൂ പിടിച്ചാൽ പോലെ. ഈ p² + q² ബ്രാക്കറ്റിനകത്തുള്ളത് 1 ആയിട്ട് തന്നിട്ടുണ്ട്. Given p² + q² is 1. So 2 × 1, 2 + q² ആണ് ആ ഇക്വേഷൻ. ഇനി ക്യൂവിൻ്റെ വാല്യൂ <1 ആണ്. <1. അപ്പോൾ 0 ആകാം, -1 ആകാം, -2 ഒക്കെ ആകാം. ഏത് വാല്യൂ വേണമെങ്കിലും ക്യൂവിന് കൊടുത്തോളൂ. മൈനസോ പ്ലസോ കൊടുത്തോളൂ. അപ്പോൾ ഈ 2 + q² ഏറ്റവും മിനിമം വരുന്നത് q0 കൊടുക്കുമ്പോഴാണ്. q എന്നുള്ള 0 കൊടുക്കുമ്പോൾ ഏറ്റവും മിനിമം വരും. അപ്പോൾ മിനിമം വാല്യൂ 2 ആണ് ആൻസർ. As q in square is negative value also increase the value of the expression. So the minimum value of the expression will arise only when q² is 0. So the answer is 2. Minimum value is 2. ക്യൂവിൻ്റെ വാല്യൂ 0 വരുമ്പോഴാണ് മിനിമം വാല്യൂ വരുന്നത്. അതുകൊണ്ട് ഈ 2p² + 3q² വാല്യൂ മിനിമം വാല്യൂ 2 ആണ്. അപ്പോൾ ആൻസർ 2 എന്നുള്ള ഉത്തരം, അതായത് ബി ആണ് ഉത്തരം. ആൻസർ ബി ഇവിടെ കാണിച്ചിട്ടില്ല. ആൻസർ ബി ആണ്, 2 ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From a bag containing 1 green, 4 blue and 5 red balls, if a ball is picked up blindfolded, what is the probability of picking up a blue ball? അപ്പോൾ ഒരു ബാഗിനകത്ത് 1 ഗ്രീൻ, 4 ബ്ലൂ, 5 റെഡ് ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡായിട്ട് കണ്ണ് കെട്ടി ബോൾ എടുത്താൽ ഒരു ബ്ലൂ ബോൾ കിട്ടുന്നതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? ഇവിടെ നോക്കിയേ, ഇവിടെ പ്രോബിലിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1/4, 2/5, 1/10, 2/3 അങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് പ്രോബിലിറ്റി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പ്രോബിലിറ്റി ഡെഫിനിഷൻ കേട്ടോ. ഡെഫിനിഷൻ എന്താണ് പ്രോബിലിറ്റി? Probability of an event happening, P is equal to number of favorable outcomes of the event by number of total possible outcomes of the event. You write as event, EVNT, event. Probability definition ആണ്. Probability is defined as P is equal to number of favorable outcomes of the event by number of total possible outcomes of the event. അതാണ് പ്രോബിലിറ്റി ഡെഫിനിഷൻ. For example, in a coin toss, total possible outcomes is 2, and so the probability of getting head in a coin toss is 1/2. ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളൂ, ഹെഡും ടൈലും. അപ്പോൾ 2 പ്രാവശ്യം ടോസ് ചെയ്താൽ 1 പ്രാവശ്യം ഹെഡ് വീഴാം എന്ന് വിചാരിക്കുക. ഇപ്പോൾ പ്രോബിലിറ്റി 1/2 ആണ്. ആ രീതിയിലാണ് ഇവിടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. Here total possible outcome is a total number of balls, that is 10. ഏതെല്ലാം തരത്തിൽ ഇപ്പോൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഏത് വരാം? ആ 10 എണ്ണത്തിൽ ഒരെണ്ണം വരാമല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഈസ് 10. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, ഇനി ബ്ലൂ ആണ് കിട്ടണമെങ്കിൽ അവിടെ ബ്ലൂവിന് 4 ബോളുണ്ട്, അപ്പോൾ അത് 4 ആയിരിക്കും. ദാറ്റ്സ് ദ പ്രോബിലിറ്റി ആസ് പെർ ദ ഫോർമുല. 4/10 equal 2/5. Answer is B, 2/5.
That is all with your second lecture on general aptitude. Thank you very much.